നാല് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഉജൂബായ കാര്യങ്ങളാണ്. ഒന്ന് കുളിപ്പിക്കൽ, പിന്നൊന്ന് കഫൻ ചെയ്യൽ, വസ്ത്രത്തിൽ കവറാക്കൽ, മൂന്ന് നിസ്കരിക്കൽ, നാല് മറമാടൽ. ഏതൊരു മൂമിനായ മനുഷ്യൻ മരിച്ചാലും ഇത് വേണം. ആരെയും ഒഴിവാക്കലില്ല ഇതിൽ നിന്ന്. ആത്മഹത്യ ചെയ്ത മനുഷ്യനും അവനെയും കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മയ്യിത്ത് നിസ്കരിക്കണം, മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ അവനെ മറമാടണം. ഒരു മുസ്ലിം ആത്മഹത്യ ചെയ്താൽ വഖാതിലു നഫ്സിഹി കഗൈരിഹി ഫിൽ ഗസ്ലി വസ്സലാത്തി വഗൈരിഹിമാ. ആത്മഹത്യ ചെയ്തവൻ നിസ്കാരത്തിന്റെയും കുളിപ്പിക്കുന്നതും കഫൻ ചെയ്യുന്നതും മറമാടുന്നതും വിഷയത്തിൽ അവരല്ലാത്ത മറ്റുള്ള മുഅ്മിനീങ്ങളെ പോലെ തന്നെയാണ്. പലപ്പോഴും ഈ വിഷയം ചർച്ചയാകാറുണ്ട്. ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്ത് മരിച്ചാൽ അവിടെ അത് നിസ്കരിക്കാൻ പറ്റുമോ? അങ്ങനെ വരെ കേച്ചി മറമാടി മുസ്ലിമുകളുടെ പ്രസ്ഥാനത്തിൽ ആത്മഹത്യ ചെയ്ത കാഫറല്ലേ എന്നൊക്കെ പറയൽ. ഇല്ല, ആത്മഹത്യ ചെയ്യൽ വലിയൊരു പാപമാണ്, ഒരു ബന്ധോഷമാണ്, ഭയങ്കരമായ ബന്ധോഷം ചെയ്തവൻ ഇസ്ലാമിന് പുറത്തു പോവുകയില്ല എന്നതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ അങ്ങനെയാണ്. ബന്ധോഷം ചെയ്തവന്റെ ഈമാൻ ഇല്ലാതെയായിട്ടില്ല. ബന്ധോഷം ചെയ്തതിന് വിരോധമില്ല, അത് സാരമില്ല എന്ന് വിചാരിച്ചാൽ മാത്രമേ ഇസ്ലാമിന് പുറത്തു പോകും. ചെയ്യൽ കൊണ്ട് ഇസ്ലാമിന് പുറത്തു പോകുന്നില്ല. അപ്പൊ ആത്മഹത്യ ചെയ്തവനെയും കുളിപ്പിക്കലും, അതുപോലെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, കണ്ണ് ചിമ്മിപ്പിക്കലും മറ്റും, അതെല്ലാം വേണം. ആത്മഹത്യ ചെയ്തവനെയും അവനെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മയ്യിത്ത് നിസ്കരിക്കണം, ഖബർസ്ഥാനിൽ മറമാടണം, മുസ്ലിമുകളുടെ ഖബർസ്ഥാനിൽ മറമാടണം. മുസ്ലിം ആത്മഹത്യ ചെയ്താൽ അവന് തൽഖീൻ ഓതണം, അവന് തസ്ബീഹ് ചൊല്ലണം, അവന് ദുആ ഇറക്കണം. ഒരു 3, 7, 40 അവന് കഴിക്കുന്നുണ്ടെങ്കിലോ അത് സുന്നത്ത് തന്നെയാണ്, തെറ്റല്ല. അവൻ ചെയ്തത് പാപമാണ്, തെറ്റാണ്, ദോഷമാണ്, മഹാപാപമാണ് ചെയ്തതവൻ. അതുപോലെ നിസ്കരിക്കാതിരിക്കൽ ബന്ധോഷമല്ലേ? നിസ്കാരം കരുതിക്കൂട്ടി ഖളാക്കൽ, റമദാൻ മാസമായിട്ട് നോമ്പിടിക്കാതിരിക്കൽ, ഹജ്ജ് രൂപമായിട്ട് ഹജ്ജ് ചെയ്യാതിരിക്കൽ, ഉംറ രൂപമായിട്ട് ഉംറ ചെയ്യാതിരിക്കൽ. ഹജ്ജിന് കഴിവില്ല, ഉംറക്ക് പോകാൻ മാത്രമേ കഴിവുള്ളൂ. ഇതെല്ലാം ബന്ധോഷമല്ലേ? ആത്മഹത്യയും ബന്ധോഷം. ഒരു ബന്ധോഷം ചെയ്തവന് ഇങ്ങനെ അത് നിസ്കാരം വേണ്ട പറ്റി എല്ലാം പറയുക, ബാക്കിയുള്ളവനെ വേണമെന്ന്, അത് ശരിയല്ല. അപ്പൊ ആത്മഹത്യ ചെയ്തവന് ഈ 4 കാര്യങ്ങൾ ചെയ്യണം.